ഇന്ന് നമുക്ക് എപ്പീഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് കാണാം. എപ്പീഷ്യനെ ഫ്ലെയിം വയലറ്റ് എന്നും പറയും. ഇതിൽ ഫ്ലവറിൻ്റെ ലീഫിൻ്റെ ഒക്കെ വേരിയേഷൻസ് അനുസരിച്ച് ഇത് കുറേ ടൈപ്പിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ റെഡ് കളറിലുള്ള ഫ്ലവർ തന്നെയാണ്. അതിൻ്റെ ലീഫിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഗ്രീനിൻ്റെ തന്നെ കോമൺ വെറൈറ്റിയാണ്. അതിൽ റെഡ് ഫ്ലവറാണ്. അതുപോലെ ഇത് പിങ്ക് കളറിലുള്ള ലീഫാണ്. ഒക്കെയും റെഡ് ഫ്ലവറാണ് വരുന്നത്. ഇതും ഗ്രീനിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിൻ്റെ ചേഞ്ച് വേരിയേഷനാണ് നമുക്ക് കാണിക്കുന്നത്. റെഡ് കളർ ഫ്ലവർ തന്നെ. ഇതൊരു പിങ്കിൽ ഗ്രീൻ കളർ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടായിരിക്കണതാണ്. കൂടുതലും പിങ്കും റെഡും തന്നെയാണ് ഫ്ലവറുകൾ കാണുക. പിന്നെ ഇത് ഓറഞ്ച് ഫ്ലവറാണ്. ഓറഞ്ച് റെഡും കോമ്പിനേഷനുള്ള ഫ്ലവറാണ്, പക്ഷെ പിങ്ക് ലീഫാണ്. ഈ ലീഫിൽ കണ്ടോ, നേരത്തെ കണ്ടതിനെക്കാട്ടിയും നല്ല വ്യത്യാസമുള്ള ഒരു തരം ലീഫാണ് റെഡ് കളർ ഫ്ലവറും. ഇതും അതെ, ഡാർക്ക് കളറിൽ പിങ്ക് കളർ ഫ്ലവർ. ഓരോന്നിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം കണ്ടോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ കൂടുതലും നമുക്ക് വരിക റെഡും പിങ്കും ഫ്ലവർ ആണ്. പിന്നെ വയലറ്റ് ഉണ്ട്, പീച്ച് കളറ്, യെല്ലോ, അങ്ങനെയൊക്കെ കളറിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉള്ള എപ്പീഷ്യ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ ആദ്യം ഒരു വയലറ്റ് കളർ ഉണ്ടായിരുന്നു, അതിപ്പോൾ എൻ്റെ കയ്യിൽ പോയി. ഇത് യെല്ലോ കളറിലുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ലീഫിൻ്റെ പാറ്റേണിലുള്ള വ്യത്യാസമാണ് എപ്പീഷ്യ ഇത്രയും ഭംഗി കൊടുക്കുന്നത്. ഇത് വേറൊരു തരം, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണ്. അതിൽ റെഡ് ഫ്ലവറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എപ്പീഷ്യയുടെ കളക്ഷൻസ്. ഇത് നടണതും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് ഇതിന് കുറേ മാറ്റങ്ങളുണ്ട്. കാരണം വെള്ളം അധികം വേണ്ട. എനിക്കൊക്കെ ആദ്യം എപ്പീഷ്യ ഒരു പ്ലാന്റ് കിട്ടിയിട്ട് അത് പിടിച്ച് കിട്ടാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല അതിനെത്ര വെള്ളം വേണം, എന്തൊക്കെ അതിൻ്റെ പരിചരണം എന്നൊന്നും. ഇപ്പം അതെനിക്ക് കറക്റ്റായി. അപ്പം അതിനെ പറ്റിയിട്ട് എത്ര വെള്ളം വേണം, എങ്ങനെയാണ് അതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക, വേറെ മാറ്റി നടുന്ന രീതികളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ആയിട്ട് പറയാം. താങ്ക് യു.